നമ്മളുടെ അയൽ രാജ്യങ്ങളെല്ലാം ഇൻഡെക്സിൽ തിളങ്ങിയവയാണ്. പക്ഷേ ഇൻഡെക്സിനപ്പുറത്തേക്ക് ശ്രീലങ്ക തകർന്നടിഞ്ഞു. ബംഗ്ലാദേശ് കലാപകലുഷിതമായി ഇപ്പോഴിതാ നമ്മളുടെ അയൽ രാജ്യം മറ്റൊരു അയൽ രാജ്യം കൂടി തകർച്ചയുടെ പടുകുഴിയിലേക്ക് നീങ്ങുന്നു. അത് നേപ്പാളാണ്. നേപ്പാളിൽ കഴിഞ്ഞ് കുറേ നാളുകളായി ചൈന പിടിമുറുക്കുന്നു എന്നുള്ള വാർത്തകൾ വന്നതിന് തൊട്ടു പിന്നാലെ ചൈനയിൽ നിന്നും വാങ്ങിയ പണം കടം കൊണ്ട് പൊറുതിമുട്ടി ഇപ്പോൾ അത് എഴുതിത്തള്ളണമെന്ന അഭ്യർത്ഥനയുമായി ചൈനയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ് നേപ്പാൾ. ഈ നേപ്പാളിനെ ദുർഗതിയിലേക്ക് നയിച്ചത് ശ്രീലങ്കയ്ക്ക് സമാനമായ സംഭവമായിരുന്നു. ശ്രീലങ്കയിൽ ഹമ്പൻ തൊട്ട തുറമുഖമായിരുന്നു ശ്രീലങ്കയുടെ നട്ടെല്ല് തന്നെ തകർത്തെങ്കിൽ ഇവിടെ നേപ്പാളിൽ പൊക്ര അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ നിർമ്മാണമാണ് ചൈന നടത്തിയത്. നിലവാരം കുറഞ്ഞ നിർമ്മാണവും ഒപ്പം തന്നെ വലിയ പണച്ചെലവുമായാണ് ഇതിനു വേണ്ടിയിട്ട് ചൈന മുടക്കിയത്. $216 മില്യൺ ഇതിനുവേണ്ടി ചൈന മുടക്കിയത്. എന്നാൽ ഈ വിമാനത്താവളത്തിൽ തുടക്കത്തിൽ തന്നെ ഒരു വിമാന ദുരന്തം നടക്കുകയും 72ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ അന്താരാഷ്ട്ര വിമാനങ്ങളൊന്നും ഇതുവഴി വന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ വിമാനത്താവളം നിർമ്മിച്ച് അതുവഴി പണം പാരാമെന്നുള്ള ചൈനയുടെ മോഹത്തിന് തടയിട്ടു. ചൈനയുടെ മോഹം നടന്നില്ല. നേപ്പാളിന് കടം തിരിച്ചടയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് ഈ കടം എഴുതിത്തള്ളണമെന്ന് ചൈനയോട് അഭ്യർത്ഥിച്ചിരിക്കുന്നത്. നേപ്പാൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി അടുത്ത ബന്ധമുള്ള ചൈന സർക്കാർ ഇത് അങ്ങനെ ചെയ്യും, കടം എഴുതിത്തള്ളുക തന്നെ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവരാണ് നേപ്പാളിലെ കമ്മ്യൂണിസ്റ്റുകാർ. ഏതായാലും ശ്രീലങ്കയ്ക്ക് സമാനമായ സംഭവം എന്ന് തന്നെ പറയേണ്ടി വരും. ഹമ്പൻതോട്ട തുറമുഖം കൈപ്പിടിയിൽ ഒതുക്കിയത് കൂടുതൽ ബിസിനസ് സംരംഭങ്ങളെ അവിടെ എത്തിക്കുവാനും അതുവഴി തങ്ങളുടെ പണം തിരിച്ചു പിടിക്കുവാനും ലാഭം കൊയ്യുവാനും വേണ്ടിയിട്ടായിരുന്നുവെങ്കിൽ സമാനമായി തന്നെയാണ് പൊക്രാനിലും സംഭവിച്ചിരിക്കുന്നത്. ഏതായാലും ശ്രീലങ്കയ്ക്കും ബംഗ്ലാദേശിനും തൊട്ടു പിന്നാലെ നേപ്പാൾ കൂടി പടുകുഴിയിലേക്ക് പോവുകയാണ്. എന്താണ് നമ്മുടെ അയൽക്കാർക്ക് സംഭവിച്ചതെന്ന് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.